ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് ഇന്നലെ അതിരാവിലെ 6:30 മണിക്കൊക്കെ ഒരു അൺനോൺ ഏരിയൽ പ്രൊജക്ടൈൽ ആകാശത്തു നിന്നും ഇസ്രായേലിനെ നോക്കി അതിവേഗത്തിൽ താഴെ ഇറങ്ങാൻ തുടങ്ങി. ഇസ്രായേലിന്റെ തലസ്ഥാനം ടെൽ അവീവ്, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മൊത്തം 60 സ്ഥലങ്ങളിൽ ഈ എയർ സൈറൺ മുഴങ്ങാൻ തുടങ്ങി. ഒരു പിരിമുറുക്കമുള്ള സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായപ്പോഴാണ് അകത്തേക്ക് വന്ന ഈ ഏരിയൽ പ്രൊജക്ടൈൽ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്, സർഫസ് ടു സർഫസ് മിസൈൽ. ഒരു ഉപരിതലത്തിൽ നിന്ന് മിസൈൽ ലോഞ്ച് ചെയ്ത് മറ്റൊരു ഉപരിതലത്തിൽ ആക്രമിക്കാൻ കഴിവുള്ള മിസൈൽസിനെ ഇസ്രായേലിനെ നോക്കി അയച്ചിട്ടുണ്ട്. ഇത് ആരാണ് അയച്ചത്? ഹൂത്തികളാണ് ഇത് അയച്ചത് എന്ന് ഇസ്രായേൽ ഒരു ക്ലെയിം നടത്തി. അങ്ങനെയാണെങ്കിൽ ഹൂത്തികളുടെ പ്രതികാരാക്രമണം ഇവിടെ ആരംഭിച്ചോ? ഒരു 2000 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന്, ഈസ്റ്റേൺ കോസ്റ്റിൽ നിന്നുമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഹൂത്തികൾ നിയന്ത്രിക്കുന്ന പ്രദേശത്തിന്റെ കിഴക്കൻ ഭാഗത്ത് നിന്ന് മധ്യ ഇസ്രായേലിനെ നോക്കി 15 മിനിറ്റിൽ എത്തി. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള മിസൈലാണ് അവരുടെ ഉപയോഗിച്ചത്? അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ചെങ്കടലിലുണ്ട്. അതുകൂടാതെ ഇസ്രായേലിന്റെ എയറോ ഡിഫൻസ് സിസ്റ്റം, മൾട്ടി ലെയേർഡ് സിസ്റ്റം, ഇവയെല്ലാം ഇസ്രായേലിന് ആവശ്യമായ സംരക്ഷണം നൽകുന്നുണ്ട്. ഈ റേഡാറിന്റെ കൺകളിൽ ഒന്നും പെടാതെ എങ്ങനെയാണ് ഈ മിസൈലിനെ കൊണ്ട് അകത്തേക്ക് വരാൻ സാധിച്ചത്? പല ചോദ്യങ്ങൾ നമുക്ക് തന്നെ വരുന്നുണ്ട്. ഇവയ്ക്കെല്ലാമുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം. 2 ദിവസം മുൻപ് വരെയും ഇസ്രായേലിന് വടക്കൻ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ പെരുകാൻ തുടങ്ങി. പ്രത്യേകിച്ച് കുന്നി ഫോറസ്റ്റ് എന്ന ഒരു സ്ഥലം ഞാൻ ഇതിനകം പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് ഇസ്രായേലിന്റെ വ്യോമസേന കടക്കുകയും ലബനനുള്ളിലെ ഹിസ്ബുള്ളയുടെ ഒരു വലിയ ഹൈഡഡ് പൊസിഷനെ ആക്രമിക്കാനും തുടങ്ങി. ഹിസ്ബുള്ളയ്ക്ക് ആ ഒരു സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരുപാട് അണ്ടർഗ്രൗണ്ട് മിസൈൽസ് ഉണ്ട്, MLR സിസ്റ്റം. ഇവയെല്ലാം ആ കാട്ടിലുള്ള ബങ്കേഴ്സിലാണ് ഇത്രയും ദിവസം ഹിസ്ബുള്ള സൂക്ഷിച്ചത്. അതിനെ ആക്രമിച്ചതിന് ശേഷം ഉടൻ തന്നെ ഇസ്രായേലിന് ഒരു തിരിച്ചടി നൽകണം എന്ന് കരുതുകയും ഗോളൻ ഹൈറ്റ്സിനെയും എലൈറ്റ് പോർട്ട് സിറ്റി, ഈ ഭാഗങ്ങളെ ലക്ഷ്യം വെച്ച് 60 റോക്കറ്റിൽ കൂടുതൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുൾ അയക്കാൻ തുടങ്ങി. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നിലപാട് അവർ വ്യക്തമാക്കിയതാണ്. വടക്കൻ പ്രദേശങ്ങളെ നോക്കി നമ്മുടെ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ ഗാസയെ സംബന്ധിച്ച് ഇസ്രായേൽ ഭൂരിഭാഗം സ്ഥലങ്ങളെയും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ഹിസ്ബുള്ളയെ നമ്മൾ ആക്രമിക്കണം. ഇത്രയും ദിവസം ഒരുപാട് പ്രശ്നങ്ങൾ അവർ നൽകിക്കൊണ്ടിരുന്നു. അതിനാൽ ഇത്തവണ ഹിസ്ബുള്ളയുടെ പൊസിഷൻസ് വെറുതെ വിടാൻ പാടില്ല എന്ന് ഇസ്രായേലിലെ ഫോർമർ മിനിസ്റ്റേഴ്സ്, ഇസ്രായേലിലെ കറന്റ് ഡിഫൻസ് മിനിസ്റ്റർ, ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ, ഇവരെല്ലാവരും അവരുടെ നിലപാട് പറഞ്ഞു. ഇതിൽ ഇസ്രായേലിന്റെ വ്യോമസേന വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. ഇസ്രായേലിലെ വ്യോമസേനയാണ് ഇപ്പോൾ ലെബനൻ സ്കൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. എത്ര തന്നെ ഹിസ്ബുള്ളയുടെ പക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ലാതെ ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് സ്വന്തമായ വിമാനങ്ങൾ ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഹിസ്ബുള്ള ചെയ്യുന്നത് അവരുടെ പക്കൽ വലിയ റോക്കറ്റ് സോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ റോക്കറ്റ്സ് ഉപയോഗിച്ച് സെൻട്രൽ ഇസ്രായേൽ വരെയും കടന്നു ചെന്ന് ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂടുതലായും ബാധിക്കപ്പെടുന്നത് വടക്കൻ പ്രദേശങ്ങളാണ്, പ്രത്യേകിച്ച് ഗോളൻ ഹൈറ്റ്സ്. ഇതിപ്പോ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഈ ഗോളൻ ഹൈറ്റ്സിൽ 1 മണിക്കൂറിൽ മാത്രം 60-ൽ കൂടുതൽ റോക്കറ്റ് ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഷീൽഡ് പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ മരണനിരക്കിനെ കുറിച്ചോ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വാർത്തകളൊന്നും പുറത്തു വന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ റിപ്പോർട്ട് പുറത്തു വരികയുള്ളൂ. ഹിസ്ബുള്ളയും ഒരു ക്ലെയിം നടത്തി. അതിലും കാഷ്വാലിറ്റി കൗണ്ടൊന്നും അവർ വലിയ രീതിയിൽ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ഒരു ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ തുടങ്ങിയാലും ഹിസ്ബുള്ളയുടെ പക്കൽ നിന്നും അതിനുള്ള ശരിയായ ഉത്തരം ഇപ്പോൾ ഇസ്രായേലിന് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള ഈ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം ഇന്നലെ രാവിലെ 6:30 മണിക്ക് ഇസ്രായേലിന്റെ ബെൻഗുരിയൻ എയർപോർട്ടിൽ ടെൽ അവീവിന് ചുറ്റിയുള്ള ഒരു 55-ൽ കൂടുതൽ സ്ഥലങ്ങൾ, ഈ മാപ്പ് നോക്കുമ്പോൾ ഒരു 60ഓളം സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു എയർ റെയ്ഡ് അലാറം നൽകുന്നു. പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പും നൽകുന്നു. ടെൽ അവീവിനെ സംബന്ധിച്ച് അതൊരു സെൻട്രൽ ഇസ്രായേലാണ്. സെൻട്രൽ ഇസ്രായേലിന് വലിയ ഭീഷണി ഗാസയിൽ നിന്ന് വരുമെന്നറിയാം. പക്ഷെ അതിനപ്പുറം ഹിസ്ബുള്ളയിൽ നിന്നും അങ്ങനെ വരാറില്ല. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് വാർണിംഗ് നൽകുന്നത് കൊണ്ട്, ഒരു എയർ റെയ്ഡ് അലാം മുടങ്ങുന്നത് കൊണ്ട് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും പരിഭ്രാന്തരാകാൻ തുടങ്ങി. കാരണം അടുത്തിടെയാണ്, ചില മാസങ്ങൾക്ക് മുൻപ് ഹൂത്തികളുടെ ഒരു ഡ്രോൺ ആക്രമണം നടത്തുകയും 50 വയസ്സുള്ള ഒരു വ്യക്തി മരിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നോ എന്ന് നോക്കുമ്പോൾ ഇത്രയേറെ സ്ഥലങ്ങളിൽ ഒരു അലാറം മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇറാൻ അവരുടെ പ്രതികാരം ചെയ്യാൻ ആരംഭിച്ചോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള ഒരു പരിഭ്രാന്തി വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കിയാൽ മുഡ എന്ന സ്ഥലം ഇസ്രായേലിന്റെ ബെൻഗുരിയൻ എയർപോർട്ടിൽ നിന്നും 25 കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശമാണ്. വെസ്റ്റ് ബാങ്കിനടുത്തുള്ള ഒരു മേഖല. ആ പ്രദേശത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ,
ആ റെയിൽവേ സ്റ്റേഷന്റെ എസ്കലേറ്ററിനടുത്ത് ഒരു വലിയ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കേൾക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഈ ഏറെ ശബ്ദം കേട്ട് അഭയകേന്ദ്രങ്ങളിലേക്ക് ഓടാൻ തുടങ്ങിയാലും ചിലർക്ക് പരിക്ക് സംഭവിച്ചതായി പറയുന്നു. അടുത്തു വരുന്ന ദൃശ്യം നോക്കുമ്പോൾ അടുത്ത ചില മിനിറ്റിൽ തന്നെ ആ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായി ഒരു വലിയ സ്ഫോടനവും പൊട്ടിത്തെറി ശബ്ദവും കേട്ടു. അതിനുശേഷമായിരുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായത് ഇത് ഡ്രോൺസ് കാരണമോ നോർമൽ റോക്കറ്റ്സ് കാരണമോ സംഭവിച്ചതല്ല, ഇവിടെ മറ്റെന്തോ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ ഈ സ്ഫോടനത്തിന് ശേഷമാണ് ഓരോ സത്യങ്ങളായി പുറത്തുവരാൻ തുടങ്ങിയത്. ആദ്യം IDFന്റെ പ്രസ്താവന. അവർ ഈ ആക്രമണം നടന്ന് അവസാനിച്ച ഉടനെ അവരുടെ പ്രസ്താവന അവർ പുറത്തുവിട്ടു. കിഴക്കൻ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ എയർ സ്പേസ് പെനട്രേറ്റ് ചെയ്ത് ഒരു സർഫസ് ടു സർഫസ് മിസൈൽ വന്നു. ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് നുഴഞ്ഞിട്ടുണ്ട്. അങ്ങനെ നുഴഞ്ഞ ഉടനെ ഞങ്ങൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി ഞങ്ങളുടെ മൾട്ടിപ്പിൾ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചു. അയൺ ഡോം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എയ്റോ സീരീസ് ഉണ്ടല്ലോ, ഈ എയ്റോ 2, എയ്റോ 3, ഇങ്ങനെയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷീൽഡും ഇവർ ആക്ടിവേറ്റ് ചെയ്തു. ഇതിൽ നിന്നും മൾട്ടിപ്പിൾ ഇന്റർസെപ്റ്റർ മിസൈൽസ് ആ ബാലിസ്റ്റിക് മിസൈലിനെ നോക്കി ഇവർ വിക്ഷേപിച്ചതിന് ശേഷം അതിനെ ന്യൂട്രലൈസ് ചെയ്ത് അവസാനിപ്പിച്ചുവെന്ന ഒരു കാര്യം പറഞ്ഞു. പക്ഷേ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇവർ ഈ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയാസ്പദമായ കാര്യമാണ്. കാരണം ആ മിസൈൽ താഴെ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അത്ര ഇമ്പാക്റ്റോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ IDFന്റെ പ്രസ്താവന എന്നത് ഇത് കിഴക്കൻ ഭാഗത്ത് വന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ IDFന്റെ പ്രസ്താവന മറ്റൊന്നായിരുന്നു. ഇതിനും ശേഷമാണ് പല സത്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയത്. ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കൂടാതെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, ഇവയ്ക്ക് ഈ ഒരു സ്ഥലത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? ഇവർ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഒരു ബാലിസ്റ്റിക് മിസൈൽ. അത് യമനിൽ നിന്നുമാണ് ലോഞ്ച് ആയത്. യമന്റെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് 15 മിനിറ്റ് മുൻപാണ് 6:10 അല്ലെങ്കിൽ 6:15 ഈ മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകും. അടുത്ത വെറും 15 മിനിറ്റിൽ 2000 കിലോമീറ്റർ യാത്ര ചെയ്ത് മധ്യ ഇസ്രായേലിനെ നോക്കി ഈ ഒരു മിസൈൽ എത്തിയെന്ന് പറയുന്നു. എല്ലാ പത്രങ്ങളിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്, എല്ലാ വാർത്തകളിലും വന്നിട്ടുണ്ട്. ഇതൊരു സാധാരണ കാര്യമല്ല. ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് ഇതോടുകൂടി ചേർത്ത് 3ാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ ഒരു ബാലിസ്റ്റിക് മിസൈൽ അവർ അയച്ചു. ഇറാനിൽ ആക്രമണം നടക്കുന്ന ആ സമയത്ത് എലൈറ്റ് ഗോസിച്ചെ നോക്കി അയച്ച ആ ഒരു മിസൈലിനെ ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ ഇസ്രായേൽ എയർ സ്പേസിനുള്ളിലേക്ക് നുഴയുന്നതിന് മുൻപ് തന്നെ നശിപ്പിച്ചു. രണ്ടാമത്തേത് അടുത്തിടെ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണം. അതിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്രായേൽ വീഴ്ച വരുത്തിയിരുന്നു. കാരണം അത്രത്തോളം ഒരു ഡ്രോൺ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കണ്ണിൽ പെടാതെ ഇസ്രായേലിനുള്ളിലേക്ക് വന്ന് വീണ് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് വരെയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടൊന്നും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഇത് ഇസ്രായേലിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഒരു 15 മിനിറ്റ് എന്നത് ഒരു ബാലിസ്റ്റിക് മിസൈലിന് ഡിഫെൻഡ് ചെയ്യാൻ ആവശ്യമായ ഒരു സമയം തന്നെയാണ്. അതിന്റെ ടെർമിനൽ ഫേസിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇസ്രായേൽ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരമാവധി സമയം 2-3 മിനിറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഏത് ഘട്ടത്തിലാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു തെറ്റ് സംഭവിച്ചതെന്ന് നോക്കിയാൽ അമേരിക്കയുടെ USS തിയോഡർ റൂസ്വെൽറ്റ് ഇപ്പോൾ ചെങ്കടൽ ഭാഗത്തു നിന്നും തിരിച്ചിട്ടുണ്ട്. എന്നാൽ അബ്രഹാം ലിങ്കൺ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇപ്പോഴുമുണ്ട്. ഇത്രയും യുദ്ധക്കപ്പലുകൾ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, UK-യുടെ യുദ്ധക്കപ്പലുകൾ, ഇവയെല്ലാം ഈ റെഡ് സീ പ്രദേശത്തും അറബിക്കടൽ പ്രദേശങ്ങളിലും ഈ യമനിലെ ഹൂത്തികളുടെ മിസൈൽ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് നേരെ അവർ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാനായും 24 മണിക്കൂറും ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് മുൻപ് പോലും ഹൂത്തികൾ ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോൾ അമേരിക്കയും UK-യും ചേർന്ന് ആ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്തു, പ്രതിരോധിച്ചു എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. ഒക്ടോബർ 7-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 2024 വരെയും 700 സ്ഥലങ്ങളിൽ, ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ 2 ഭാഗവും ചേർന്ന് ഒരു ആക്രമണം നടത്തി. അപ്പോൾ ഇത്രത്തോളം അവർ ആക്രമണം നടത്തിയിട്ടും മൊത്തത്തിലുള്ള ഹൂത്തികളുടെ കപ്പാസിറ്റി കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിലൂടെ തന്നെ ഹൂത്തികളുടെ മിസൈൽസ്, ആയുധങ്ങളുടെ ശക്തിയാണ് കാണിക്കുന്നത്. അമേരിക്ക എപ്പോഴും പറയും ഞങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഇവിടെ നിരവധിയുണ്ട്, ഞങ്ങൾക്ക് ഹൂത്തികളുടെ ടാർഗറ്റ്സിനെ എല്ലാം നിർവീര്യമാക്കാൻ സാധിക്കുന്നുണ്ട്, വാണിജ്യ കപ്പലുകളെ ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്നും ഞങ്ങളെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇന്നലെ ആ മിസൈൽ ലോഞ്ച് ആയത് മുതൽ അവരെ കൊണ്ട് ട്രാക്ക് ചെയ്യാനേ സാധിച്ചില്ല. അത് ഇസ്രായേലിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് നുഴഞ്ഞതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു മിസൈൽ ലോഞ്ച് ആയിട്ടുണ്ട് എന്നതുവരെ ഇസ്രായേൽ എയർഫോഴ്സിന് മനസ്സിലായത് IDF
IDFന് മനസ്സിലായത്. ഈ സമയത്ത് IDF ഇസ്രായേൽ എയർഫോഴ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു. വിമാനങ്ങൾ എന്നത് 24 മണിക്കൂറും ഇസ്രായേലിന് മുകളിൽ പറക്കുന്നുണ്ട്. നിരീക്ഷണ ഡ്രോണുകൾ പറക്കുന്നുണ്ട്, ചാരവിമാനങ്ങൾ പറക്കുന്നുണ്ട്, ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പറന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മിസൈൽ നിങ്ങളുടെ സർവൈലൻസിൽ നിന്ന് മിസ്സായത് എന്ന ഒരു ചോദ്യം ചോദിച്ചു. അതിനുള്ള ഉത്തരത്തിനായി അവരിപ്പോൾ കാത്തിരിക്കുകയാണ്. ഹൂത്തികളെ സംബന്ധിച്ച് ഇപ്പോഴും അവർ ഇത് തുറന്ന് സമ്മതിച്ചിട്ടില്ല. ഞങ്ങളാണിത് ചെയ്തത്, ഞങ്ങളാണ് ഈ മിസൈൽ അയച്ചത് എന്ന് ഇവർ അവകാശവാദമൊന്നും പറഞ്ഞില്ല. പക്ഷെ പകരം ഹൂത്തികളുടെ നേതാവ് ഒരു കാര്യം പറഞ്ഞു. കാരണം ഹൂത്തികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അവർ ഉത്സവം ആഘോഷിക്കുകയാണ്. അതിനാൽ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെ ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലായിരിക്കട്ടെ, അവർക്കുള്ള ആഘോഷമായി അത് മാറട്ടെ എന്ന് പരോക്ഷമായി ഒരു കാര്യം പറഞ്ഞു. ഈ 15 മിനിറ്റിൽ ഇസ്രായേലിനെ കൊണ്ട് ഈ മിസൈലിനെ ഡിഫൻഡ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേലിന്റെ പ്രസ്താവന വന്നത് ഞങ്ങളത് ഡിഫൻഡ് ചെയ്തു എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ വിമാനത്താവളത്തിന് അടുത്തുള്ള സ്ഥലങ്ങളിലും ട്രെയിൻ സ്റ്റേഷനിലും അതുമായി ബന്ധപ്പെട്ട ഷാർപ്നേഴ്സ് വീണു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇസ്രായേൽ ഡിഫൻഡ് ചെയ്തിരുന്നെങ്കിൽ മിസൈൽ നേരെ പോയി താഴെ വീണിട്ടുണ്ടാകില്ല. ഇതിനെ പലരും പറയുന്നത് ഇസ്രായേൽ ഒരുപാട് ഇന്റർസെപ്റ്റർ മിസൈൽസിനകത്തേക്ക് അയച്ചല്ലോ, അത് ആ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സ്പെയർ പാർട്സ് താഴേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ വീഴുന്നത് സിവിലിയൻസിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പാടില്ല എന്നതിനു വേണ്ടിയാണ് ഇസ്രായേൽ പല സ്ഥലങ്ങളിലും അലേർട്ട് കൊടുത്തത്. അതല്ലാതെ ഒരു മിസൈൽ കാരണം ഇസ്രായേലിന് ഒരു വലിയ പ്രശ്നമൊന്നും വരില്ല. അകത്തേക്ക് വരുന്ന ആ ഒരു മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്തെങ്കിൽ അത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ അതിന്റെ സ്പെയർ പാർട്സ് വീഴും എന്ന് വിചാരിച്ചിട്ടാണ് അവർ വാർണിംഗ് നൽകിയത് എന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് തീർച്ചയായും ആ ഒരു മിസൈലിനെ ഇവർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്തെങ്കിൽ താഴെ ഇമ്പാക്റ്റ് ഉണ്ടായ സ്ഥലത്ത് അതിന്റെ സ്പെയർ പാർട്സ് വീണിട്ടുണ്ടാകും. പക്ഷേ ഒരു വലിയ ഗർത്തമുണ്ടാകുന്ന രീതിയിൽ ഒരു സ്ഫോടനം ഉണ്ടാകില്ല. അപ്പോൾ ഇസ്രായേലിലെ ഇന്റർസെപ്റ്റർ മിസൈൽസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണിട്ടുണ്ടാകാം, എന്നാൽ അവരെ കൊണ്ട് ആ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. കൂടാതെ മറ്റു ചിലർ പറയുന്നത് ഇതിൽ ഏത് രീതിയിലുള്ള മിസൈലായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഹത്തീം 2 എന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട്. ഹൈപ്പർസോണിക് സ്പീഡിൽ പോകുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഹൂത്തികളുടെ പക്കലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തിടെ പോലും ചില കപ്പലുകളെ നോക്കി അങ്ങനെയുള്ള മിസൈൽസ് അവർ അയച്ചിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ ഇവരുടെ പക്കൽ വന്നു എന്നും ഒരു അവകാശവാദം അവർ പറഞ്ഞിരുന്നു. ആ മിസൈലിനെ ഈ ആക്രമണത്തിനായി അവർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. കാരണം ഇത് വന്ന വേഗത, ആ വന്ന പാത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈപ്പർസോണിക് മിസൈലുകളേക്കാൾ ബാലിസ്റ്റിക് മിസൈലിനെ കൊണ്ട് കൂടുതൽ വേഗതയിൽ പോകാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ബാലിസ്റ്റിക് മിസൈൽസിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഈ സാറ്റലൈറ്റ്സ് വഴിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിലുള്ള ആ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ചോ, എയറോ റേഡാർ, അയൺഡോമിന്റെ സർവൈലൻസ് റേഡാർ, ഇവയെല്ലാം ഉപയോഗിച്ച് സൗദി അറേബ്യ എയർ സ്പേസിനുള്ളിലേക്ക് ആ മിസൈൽ വരുമ്പോൾ തന്നെ ഇസ്രായേലിനെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കും. ഏത് രാജ്യത്തിന്റെ നിരീക്ഷണ സംവിധാനത്തിലും ഈ ഒരു മിസൈൽ അകപ്പെട്ടില്ല. ഏതൊരു രാജ്യത്തിനും ഇങ്ങനെ ഒരു മിസൈൽ അകത്തേക്ക് വരുന്നു എന്നുള്ളത് പോലും മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു അവകാശവാദമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഹൈപ്പർസോണിക് മിസൈൽ, അതായത് ഹൈപ്പർസോണിക് വേഗതയിലുള്ള മിസൈൽ ഇവിടെ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ ഹൂത്തികൾക്ക് ഒരു വലിയ തിരിച്ചടി നൽകി. അവരുടെ ഒരു പോർട്ടിനെ തന്നെ മുഴുവനായും നശിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു സംഭവം നടന്നതിലൂടെ ഇസ്രായേലിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണേണ്ടതുണ്ട്. ഇപ്പോൾ മരണനിരക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. 1-2 പേർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പരിക്ക് സംഭവിച്ചു എന്ന് പറയുന്നു. ഒരു വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ സമ്മതിച്ചേ മതിയാകൂ. ധാരാളം പേർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഒരു ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഏതായാലും 15 മിനിറ്റ് സമയം നൽകിയിട്ട് കൂടിയും സൗദി അറേബ്യയുടെ എയർ സ്പേസ്, ചെങ്കടലിന്റെ ചില ഭാഗങ്ങൾ, ഇവിടെയെല്ലാം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുണ്ട്. ഇസ്രായേലിന് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിൽ ഒരുപാട് ഡെസ്ട്രോയർ കപ്പലുകളുണ്ട്. ഇവയ്ക്കെല്ലാം അപ്പുറം ഒരു 4-5 രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിനും അപ്പുറം ഒരു ഏരിയൽ പ്രൊജക്ടൈൽ അകത്തേക്ക് കടന്നു വന്നു. അത് ഇസ്രായേൽ എയർ സ്പേസിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതിന് ശേഷമാണ് അത് ഇസ്രായേലിന്റെ വ്യോമസേനയെ കൊണ്ടുപോലും കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ മാത്രമേ ഇസ്രായേൽ റഡാറുകളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇസ്രായേലിന്റെ ഒരു പരാജയം തന്നെയാണ്. പക്ഷേ ഇതിന് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു? ഈ ലോകം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിന് ഇനി കൂടുതൽ മരണനിരക്കോ നാശനഷ്ടമോ സംഭവിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തടുത്ത ഭാഗങ്ങളിലൂടെ വീണ്ടും അറിയാം. ഇന്നലെ രാവിലെ ഇസ്രായേൽ എയർപോർട്ടിൽ ഹൂതികൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ എയർപോർട്ടിനെ അവരെ കൊണ്ട് ആക്രമിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്റർ മിസൈൽസ് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഹൂതികളുടെ മിസൈൽസ് ദിശ മാറിപ്പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ ഈ ഒരു മിസൈൽ ഡയറക്റ്റ് ബെൻഗുരിയൻ എയർപോർട്ടിനെ ആക്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഡയറക്റ്റ് ഹൂത്തികൾക്കും ഇസ്രായേലിനും ഇടയിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നു.
വെറും 25 കിലോമീറ്റർ മാറിയാണ് ഈ മിസൈൽ താഴെ വീണത്. അപ്പോൾ ആ 25 കിലോമീറ്റർ ചില മിനിറ്റിൽ അത് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാകും. അങ്ങനെ ക്രോസ് ചെയ്തത് വീണെങ്കിൽ ഈ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ വളരെ മോശമായ ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുമായിരുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.